നിയമസഭയിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. അവിടെ വളരെ വലിയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അസാധാരണമായ രംഗങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അൻവർ സാദത്ത് അടക്കം സഭയുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത് പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ സഭയ്ക്കകത്തും വലിയ തോതിലുള്ള കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണ്. സുരക്ഷാ ഗാർഡുകൾ അൻവർ സാദത്തിനെ പിടിച്ചുമാറ്റുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ സഭ പിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. സഭയിലെ യുവ MLA-മാർ ഉടനീളം സ്പീക്കറുടെ ചേംബറിനടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. UDF-ലെ യുവ MLA-മാരൊക്കെ അവിടെ സ്പീക്കർ ഡയസിനടുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൗരവതരമായ സമരത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു. വി അരുൺ വിവരങ്ങൾ. രഞ്ജിത്ത്, രാവിലെ 9 മണിക്ക് സഭ ആരംഭിച്ചത് മുതൽ പ്രതിപക്ഷ പ്രതിഷേധം അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് നിയമസഭ സാക്ഷ്യം. ഇപ്പോൾ 9:48 ആകുന്നു. ഏതാണ്ട് 9:40 കൂടിയാണ് പ്രതിപക്ഷ പ്രതിഷേധം അതിര് കടന്നു തോന്നുമ്പോൾ സ്പീക്കർ സഭ നിർത്തിവച്ചത്. അതിന് കാരണമായത് നേരത്തെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ ഡയസിലേക്ക് കയറാൻ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനെ അണിനിർത്തി പ്രതിപക്ഷാംഗങ്ങളെ പ്രതിരോധിച്ചു. വി ശിവൻകുട്ടി സംസാരിക്കും. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് MLA-മാരെ വിളിച്ച് സ്പീക്കർ ഡയസിലേക്ക് കടക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു, ക്ലാസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് പറഞ്ഞത് തീർന്ന് തൊട്ട് പിന്നാലെ ആലുവ MLA അൻവർ സാദത്ത് സ്പീക്കർ ഡയസിലേക്ക് കാലെടുത്തു വെച്ച് കയറി. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമും സമാനമായി ഡയസിൽ കടക്കാൻ ശ്രമിച്ചു. അതോടുകൂടിയാണ് സ്പീക്കർ നടപടികൾ അവസാനിപ്പിച്ച് സഭ തന്റെ ചേംബറിലേക്ക് മടങ്ങിയത്. ഡയസിൽ നിന്ന് ചേംബറിലേക്ക് മടങ്ങിയത്. രാവിലെ സഭ ആരംഭിക്കുമ്പോൾ തന്നെ SIT ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രഹസനമായി മാറുന്നു. SITക്ക് ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത്. പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കി നൽകുകയാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിക്കുകയാണ്, സഭാ നടപടികളുമായി സഹകരിക്കില്ല, സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. എന്നാൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സ്പീക്കർ നിർദ്ദേശം നൽകി. ജനങ്ങളുടെ വെല്ലുവിളിയാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് MP രാജേഷ് പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഹൈക്കോടതിയിൽ തുടർച്ചയായി പ്രഹരം ഏറ്റുവാങ്ങുകയാണ് പ്രതിപക്ഷം. കോടതിയിൽ തോറ്റാൽ സഭയിൽ നിന്നാണ് പുതിയ രീതിയെന്നും MP രാജേഷ് പരിഹസിച്ചു. വിഷയദാരിദ്ര്യം കാരണം അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ നിയമസഭാ കാലത്ത് സ്പ്രിംഗ്ലറിന്റെ കഥ എന്തായി, കോടതി തോറ്റാൽ നിയമസഭ എന്താണ് രീതിയെന്നും പ്രതിപക്ഷ നേതാവിനോട് MP രാജേഷ് പാർലമെന്ററി കാര്യമന്ത്രി ചോദിച്ചു. പിന്നീട് സംസാരിച്ച വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാർ കടുത്ത വിമർശനം പ്രതിപക്ഷത്തിന് ഉയർത്തി. ഒരു ഭാഗത്ത് പ്രതിപക്ഷ പ്രതിഷേധം നടക്കുമ്പോൾ ചോദ്യോത്തരവേളയുമായി സർക്കാർ മുന്നോട്ട് പോയി. പ്രതിപക്ഷത്തിന് സമരാഭാസമാണ്, കവല ചട്ടമ്പികളാണോ ഇവരെന്നായിരുന്നു DK മുരളി ചോദിച്ചത്. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ UDF തള്ളിക്കളയാൻ പോകുന്നു എന്ന പരാമർശവും MLA-മാരുടെ ഭാഗത്ത് ഉണ്ടായി. ഇതിനിടെ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ പാരഡി, അതായത് അയ്യപ്പ ഗാനത്തിന്റെ സ്വർണം കെട്ടവരാരപ്പ എന്ന പാരഡി ഗാനം പാടിക്കൊണ്ടാണ് പ്രതിപക്ഷ സമരം പുരോഗമിച്ചത്. അതിന് ബദൽ പാരഡിയുമായി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. സ്വർണം കെട്ടവരാരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, സംരക്ഷിത ആരപ്പ, സോണിയയാണ് അയ്യപ്പ എന്നായിരുന്നു ശിവൻകുട്ടിയുടെ ബദൽ പാരഡി. സഭ ആരംഭിച്ചത് മുതൽ മുദ്രാവാക്യം വിളികളും ബാനറുമായി പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുകയാണ്. പ്രത്യേക അന്വേഷണങ്ങളെ വളരെ ഗൗരവമായി തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. പക്ഷേ സ്പീക്കറുടെ അടുത്തേക്ക് ഡയസിലേക്ക് തള്ളിക്കയറാൻ MLA-മാർക്ക് പ്രതിപക്ഷ നേതാവ് ക്ലാസ് കൊടുക്കുകയാണെന്ന് വി ശിവൻകുട്ടി ആരോപിച്ചു. സ്പീക്കർ മുൻകൈ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഭരണഘടന പഠിപ്പിക്കുന്നതിന് മുമ്പ് സഭാംഗങ്ങളെ ഭരണഘടന പഠിപ്പിക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് അൻവർ സാദത്തും TV ഇബ്രാഹിമും സ്പീക്കർ ഡയസിലേക്ക് ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചത്. അപ്പോൾ തന്നെ സഭാ നടപടികൾ സഭ നിർത്തിവെച്ച് സ്പീക്കർ തന്റെ ചേംബറിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരുപക്ഷെ ഇനി കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയേക്കാം, അതല്ലെങ്കിൽ വീണ്ടും സഭ ചേരാം. പ്രതിപക്ഷം പക്ഷേ ഒരു തരത്തിലും പിന്നോട്ടില്ല. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന കടുത്ത നിലപാടിൽ ഈ സ്വർണ്ണക്കൊള്ള തുടക്കകാലത്ത് എടുത്ത അതേ നിലപാടിൽ പ്രതിപക്ഷം ഇപ്പോഴും നിൽക്കുകയാണ്. SIT-യുടെ പിടിപ്പ് കേടെന്ന ആരോപണം കൂടി അവർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. SIT നിർവീര്യമായെന്ന ആരോപണം പ്രതിപക്ഷ സഭയിൽ തന്നെ ഉന്നയിച്ചു. തുടർച്ചയായ ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് സട്ടിമറിക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഷെഡ്യൂൾ പ്രകാരം നാളെയും മറ്റന്നാളും കൂടി സഭ ചേരേണ്ടതുണ്ട്. പിന്നീട് 23-ാം തീയതിയാണ് വീണ്ടും ചേരേണ്ടത്. പക്ഷേ അതുവരെ പോകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാരണം തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധം കാരണം മറ്റന്നാൾ തന്നെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി ഈ സഭ തന്നെ പിരിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം പിന്നീട് 23-ാം തീയതി വീണ്ടും ചേരാൻ തീരുമാനിച്ചില്ല. അപ്പോഴേക്കും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം. SR-ന്റെ അന്തിമ പട്ടിക അതിനുള്ളിൽ വരും. 24-25 തീയതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വ്യാഴാഴ്ച കൊണ്ട് സഭാ സമ്മേളനം, ബജറ്റ്
പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ ബഹളം, നിയമസഭ വലിയ ബഹളത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തുടർച്ചയായി ഈ സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. SITയുടെ കെടുകാര്യസ്ഥതയാണ് ഇതിന് പിന്നിലെന്ന വിമർശനമുണ്ട്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള കേസിൽ SIT ഉറങ്ങുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അത് വലിയ ആയുധമാക്കി സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം. ഈ കാര്യങ്ങൾ കടുത്തപ്പോഴേക്കും സ്പീക്കർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഉണ്ടായി. ഇനിയും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സഭയ്ക്ക് പുറത്തുള്ള ബഹളം സമാനമായി തന്നെ അകത്തേക്കും വ്യാപിപ്പിക്കുന്ന പ്രതിപക്ഷത്തെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ തോതിലുള്ള ബഹളത്തിനും പ്രശ്നത്തിനും മറ്റും ശ്രീ 95 ശ്രീമതി ശൈല ടീച്ചർ ചുമതലപ്പെടുത്ത പ്രകാരം പ്രതിഭ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചീത്തവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ശ്രീ 95 ശ്രീമതി ശൈല ടീച്ചർ ചുമതലപ്പെടുത്ത പ്രകാരം പ്രതിഭ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചീത്തവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, ഏതായാലും സഭയിലെ പ്രതിപക്ഷ ബഹളം അവസാനിക്കുന്നില്ല. സഭാ നടപടികൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിലും ഇപ്പോൾ ആശയക്കുഴപ്പവും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്.